കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ലിഫ്റ്റിന്റെ സേവനം നിലച്ചിട്ട് ഒരാഴ്ചയാവുകയാണ്. കഴിഞ്ഞ 17-ാം തീയതി മുതൽക്ക് ഈ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇവിടെ വന്നിട്ടുള്ള രോഗികളുടെ ബന്ധുക്കളും മറ്റുമൊക്കെ കൂട്ടിരിപ്പുകാരുമൊക്കെ പറയുന്നത്. ഏതായാലും ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് കോഴിക്കോട് ബീച്ച് ആശുപത്രി. തീരമേഖലയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾ ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നുണ്ട്. ദിനംപ്രതി ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്ന ഒരു ആശുപത്രി കൂടിയാണ്. ഇവിടെയാണ് ഇത്തരത്തിലുള്ള ലിഫ്റ്റ് സംവിധാനം പണിമുടക്കിയിട്ട് അധികൃതർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുള്ളത്. ഏതായാലും മുകളിലേക്ക് രണ്ട് നിലകളാണുള്ളത്. അവിടെ വിവിധ വിഭാഗങ്ങളുണ്ട്. അവിടേക്കും മറ്റുമൊക്കെ ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. മുകളിൽ കണ്ണിൻ്റെ വിഭാഗമുണ്ട്, നേത്ര വിഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ ഓർത്തോ സർജറി വിഭാഗമുണ്ട്. അത് പുരുഷ വിഭാഗവുമുണ്ട്, സ്ത്രീകളുടെ വിഭാഗമുണ്ട്, വാർഡുകളുണ്ട്. അത്തരത്തിലുള്ള മുറികളും മറ്റുമൊക്കെയുണ്ട്. അപ്പോൾ നിരവധി ആളുകൾ വന്നു പോകുന്നൊരു സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ലിഫ്റ്റ് സംവിധാനം പണിമുടക്കിയിട്ട് അധികൃതർ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ദിനംപ്രതി ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ രോഗികളുടെ കൂട്ടിരിപ്പുകാരുണ്ട്. അവരൊക്കെ വയസ്സായ ആളുകളാണ്. അവർക്കൊക്കെ ഇത്തരത്തിൽ 2 നില സ്റ്റെപ്പ് വഴി കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ വീൽ ചെയറിലും സ്ട്രെച്ചറിലുമൊക്കെ രോഗികളെ മുകൾ നിലയിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാരും ബന്ധുക്കളുമൊക്കെ ഇവരെ സ്ട്രെച്ചറിൽ തള്ളിക്കയറ്റുന്ന അവസ്ഥയാണുള്ളത് ലിഫ്റ്റ് പണിമുടക്കിയതോടെ. ഏതായാലും അത് ദുരിതമായൊരു അവസ്ഥ തന്നെയാണ്. രോഗികൾക്കും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്കും അത് ദുരവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇത് കഴിഞ്ഞ 17-ാം തീയതി തൊട്ടിട്ട് ഇത് ഇങ്ങനെയാണ്. എൻ്റെ ഉമ്മാനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും മുകളിലേക്ക് തള്ളിക്കൊണ്ടുപോവുക ചെയ്തത്. ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ശരിയാവുമെന്ന് പറഞ്ഞു. ഇത്രയും ദിവസമായിട്ട് അത് ശരിയായിട്ടില്ല. സ്ട്രക്ചറലായിട്ട് സർജറി കഴിഞ്ഞ ആൾക്കാരും നടക്കാൻ കഴിയാത്ത പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും ഇതേപോലെ തള്ളിക്കൊണ്ടുപോവുക ചെയ്തത്. ഞാൻ 3-ാം നിലയിലേക്കാണ് ഞാൻ തള്ളി കയറ്റിയത്. ഇതുവരെയും ഇത്ര ദിവസം പിന്നിട്ടിട്ടും ഇതിലൊരു നടപടി അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമ്മളവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, ആശുപത്രി സൂപ്രണ്ടുമായി ബന്ധപ്പെട്ടിരുന്നു. അതിലൊന്നും പറയാനില്ല എന്നാണ് അവർ നൽകുന്ന നിർദ്ദേശം, അവർ നൽകുന്ന മറുപടി. ഏതായാലും വലിയൊരു ദുരവസ്ഥ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് രോഗികൾക്ക്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.